ഭാരതത്തിനും ചൈനയ്ക്കുമെതിരെ 100% അധിക താരിഫ് ചുമത്തണമെന്ന് G7 രാജ്യങ്ങളോട് അമേരിക്ക. നേരത്തെ യൂറോപ്യൻ യൂണിയനോടും സമാന ആവശ്യം അമേരിക്ക ഉന്നയിച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് നിർദ്ദേശം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ് താരിഫ് നിർദ്ദേശം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. അഞ്ജന സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയനോടും ഇത്തരത്തിലൊരു ആവശ്യം 100% അധിക താരിഫ് ചുമത്തണമെന്നൊരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ ട്രഷറി സെക്രട്ടറിമാരുടെ യോഗത്തിൽ, ട്രഷറി ബെഞ്ച് യോഗത്തിൽ G7 രാജ്യങ്ങളുടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗത്തിൽ ഇത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് G7 രാജ്യങ്ങളും ഭാരതത്തിനെതിരെ 100% അധിക താരിഫ്, ഭാരതത്തിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക താരിഫ് ചുമത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയനെതിരെ 100%, യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടതിന് സമാനമായി ഇത് ആവശ്യപ്പെടുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കുന്നതിനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ പല രംഗങ്ങളിലും കർശനമായ നിലപാട് ഭാരതം സ്വീകരിക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുകയും ചെയ്യുമെന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് വീണ്ടും അധിക താരിഫ് മറ്റു രാജ്യങ്ങൾ കൂടി ഭാരതത്തിനെതിരെ ചുമത്തണമെന്നൊരാവശ്യവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയ്ക്കും ഭാരതത്തിനുമെതിരെ 100% താരിഫ് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും അതുപോലെ തന്നെ G7 രാജ്യങ്ങളോടും ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അഞ്ജന. ശരി.